നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും ചെടിയില്ലേ, ഇത് നമ്മളെ സീതപ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മളുടെ വീടുകളിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് സീതപ്പഴം. സീതപ്പഴം എല്ലാവർക്കും അറിയാം, നല്ല ന്യൂട്രിയൻ്റ് സാധനങ്ങളെല്ലാം അടങ്ങിയ, എല്ലാവിധ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയ ഒരു സാധനമാണ്. അതിൻ്റെ പൾപ്പാണ് നമ്മളതിങ്ങനെ എടുത്ത് കഴിക്കുക. ഒരു കുരു ഇട്ടാൽ നമുക്ക് ഈ തൈ മുളപ്പിക്കാം. ഇങ്ങനെ ഞങ്ങൾ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇവിടെ ഉള്ളത്. കുറേയധികം തൈയുണ്ട്. ഓരോ പ്രോഗ്രാമുകളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ജൂൺ 5 മുതൽ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സ്ഥാപനങ്ങൾ ഇവരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ട് വിവിധ ഇനം ഫ്രൂട്ട് പ്ലാന്റുകളും അതേപോലെ ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ കുറേ കൊടുത്തു. അതിൽ പെട്ട കുറേ ചെടികളാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയതാണ് സീതപ്പഴം. ഒരു വീട്ടിൽ ഒരു സീതപ്പഴമെങ്കിലും വെക്കുക. പിന്നെ ഈ സീതപ്പഴം വളർത്തുമ്പോൾ ഇത് ഗ്രാഫ്റ്റ് അല്ല, ഓർഡിനറി തൈയാണ്. ഒരു 2 അടി ആഴമുള്ള ഒരു കുഴി എടുക്കുക. 2 അടി ആഴമുള്ള കുഴി എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ കരിയിലകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണങ്ങിയ ഇല ഒന്നും ഉണ്ടാവില്ല, പച്ച